ഹലോ ഗൈസ്, ഞാനിന്ന് ഊണ് കഴിക്കാൻ പോവാണ് കേട്ടോ. നേരം ഉച്ച 1 മണിയായി. അപ്പോൾ ചോറ് ചൂടോടെ എനിക്ക് ഊണ് കഴിക്കണം എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീര കടഞ്ഞത്, ചീരയും പരിപ്പും തേങ്ങയും ഒക്കെ ഇട്ട കറിയാണ് കേട്ടോ. പിന്നെ കുറച്ച് മുട്ടക്കോസ് ഉപ്പേരി ഉണ്ട്, കുറച്ച് പിന്നെ ചീര ഉപ്പേരി ഉണ്ട്. ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഉപ്പേരിയൊന്നും എനിക്ക് ചീര കറിയുടെ കൂടെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ കുറച്ചേ വെച്ചുള്ളൂ. പിന്നെ പൊള്ളമുളക് വറുത്തതുണ്ട്, പപ്പടം കൊണ്ടാട്ടം, പിന്നെ ഞാനുണ്ടാക്കിയ നെല്ലിക്ക അച്ചാറുണ്ട് കേട്ടോ. നെല്ലിക്ക അച്ചാറ് പറയുമ്പോഴേ വായിൽ വെള്ളം വരും. എനിക്ക് ഈ ചീരക്കറി തേങ്ങൂട്ടി വെച്ചത്, പിന്നെ പടവളങ്ങ തേങ്ങൂട്ടി വെച്ചത്, മുരിങ്ങയില തേങ്ങൂട്ടി വെച്ചത്, എന്ത് തേങ്ങൂട്ടി വെച്ചാലും എനിക്ക് ഈ അച്ചാറും പപ്പടും മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ അത് മാത്രമേ എടുക്കണുള്ളൂ. അപ്പം ഇതൊക്കെ ഏട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ എടുത്തിട്ട് വന്നു. അതിൽ ചീരച്ചാറ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ പൊള്ളമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ അച്ചാർ എടുക്കുന്നുണ്ട്. പിന്നെ ചെറുപ്പം തൊട്ടിട്ട് എനിക്ക് ഈ അച്ചാറും പിന്നെ മാങ്ങ മുളക് തിരുമ്പി മാങ്ങി പിന്നെ ചീരച്ചാറും ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പടവളങ്ങ തേങ്ങട്ടി വെച്ചതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെയാണോ കഴിക്കുക? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ കഴിക്കുന്നത്? പിന്നെ കർക്കിടക മാസമൊക്കെ അല്ലേ, നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ, പോകാറുണ്ടോ? കർക്കിടക മാസം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകാറില്ലേ? ഞാൻ പോകാറുണ്ട്. നമ്മുടെ വടക്കന്തറ ക്ഷേത്രത്തിൽ പോകും, മൂത്താന്തറ ക്ഷേത്രത്തിൽ പോകും, പിന്നെ ദിവസം വിഷ്ണു അമ്പലത്തിലേക്ക് പോകാറുണ്ട്. പിന്നെ നാലമ്പലം പോയി, പിന്നെ ഇന്നിപ്പോൾ പഴനിക്ക് പോകണമെന്ന് ഗുരുവായൂർക്ക് പോയി, പിന്നെ എല്ലാ ക്ഷേത്രങ്ങളൊക്കെ പോയി നാലമ്പലമൊക്കെ ശ്രീരാമനെയും ഒക്കെ തൊഴുതിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും പിന്നെ പോവാറുണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പപ്പടവും ചോറൊക്കെ കൂട്ടി ഊണ് കഴിക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങളുടെ അവിടെ പിന്നെ ഊണൊക്കെ ആയോ? നല്ല സൂപ്പറായിട്ടുള്ള ചൂട് ചോറും അച്ചാറും കൂട്ടിയിട്ട് സിക്കായി ഉണ്ണട്ടെ. പൊള്ളമുളക് ഞാൻ ഉപ്പും കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്ത ശേഷം പിന്നെ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾ പൊള്ളമുളക് എങ്ങനെ വറക്കണേ വെച്ചാൽ ഒന്ന് പറയണേ. അപ്പോൾ പിന്നെ ഈ സമയങ്ങളിൽ മാത്രമേ ഈ പൊള്ളമുളകൊക്കെ കിട്ടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാൻ, ഞാൻ ഊണ് കഴിക്കട്ടെ. ഇനി അടുത്ത വീഡിയോ കാണാൻ, ബൈ.